പൈസ എറിഞ്ഞോട്ട് തോറ്റല്ലേ? ഞാൻ എന്നോട് പറഞ്ഞല്ലേ ആ സോഫ ചിഹ്നത്തിൽ നിക്കണ്ടെന്ന്. സോഫാറിന്റെ ചിഹ്നം കൊണ്ട് തോറ്റതല്ല അംസ. ഇന്റെ പൈസ വാങ്ങിയിട്ട് എനിക്ക് വോട്ട് ചെയ്യാത്ത കുറെ നക്കിയാളുണ്ട് നമ്മളെ നാട്ടില്. ഓലെ എല്ലാരും പെരീത്തെ സോഫ ഞാൻ കൊത്തി കീറും. ഞാൻ ആദ്യം ഔക്കുറിന്റെ പെരീത്തെ സോഫ കൊത്തി കീറും അംസ. ഈ ചക്ക അവിടെ നിന്നോട്ടെ. ഞാൻ സുലൈമാജിനോട് ഞാൻ കൊടുത്താണ് ഇറങ്ങാണ്ട് ഒലത്താൻ നിൽക്കണ്ട, വിറ്റിട്ട് കായെന്നാ മതി. തോന്റെ കോടലിൽ നിന്ന് ഞാൻ എടുക്കണ ദിവസമാണ്. തോറ്റ ബോംബെ എടാ ഔക്കുറിന് ചേറ്റേ നിന്റെ പൈസ വാങ്ങിക്കാണ്ട് മറച്ചു കുത്തിക്കാണ്ട് ചിരിച്ചേ. ആറ്റ വോട്ട് ചെയ്ത് വെളിച്ചപ്പെടാതെ കുത്തർക്കെ ആകെ എനിക്ക് ഒറ്റ ഓട്ടം കിട്ടി. എന്റെ കെട്ടോളം എടുക്കാൻ എനിക്ക് ചെയ്തില്ല. നീ പോടാ നിന്റെ പേര്. വാതില് കുത്തിയിടാ നാട്ടുകാര് മുറ്റടി പൈസ വാങ്ങിട്ട് മനസ്സിലായി. എടി ആ കുട്ടികളായിട്ട് മേക്ക കൂടെ പറഞ്ഞോ. അവിടെ അംശം തോറ്റിട്ടില്ല. പക്ഷെ പഞ്ചായത്ത് തോറ്റില്ലേ? തോറ്റതല്ലോ, തോൽപ്പിച്ചതല്ലേ. ഇജേ ഞാൻ കേസ് കൊടുക്കും. എന്റെ പെരേ കയറി വന്നാണ്ട് അസ്തമിച്ചേ ആക്രമിച്ചു. കേസ് കൊടുക്കരുത്. കേസിന് 5 എണ്ണം ഉണ്ടായതുകൊണ്ടേ വലിയ ചൊറയാണ്. നിങ്ങക്ക് ഇപ്പൊ എന്താ വേണ്ടു? അങ്ങനെ വൈക്കുവാ മെല്ലെ പറഞ്ഞാ മതി. ഞാൻ ഇച്ചനെ കേക്കണില്ല. മര്യാദക്ക് പോയണ്ട്. എനിക്ക് പുതിയ സോഫ ഇന്ന് ഇപ്പൊ വാങ്ങി തരണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നാട്ടുകാരെ മൊത്തം ഞാൻ അറിയിച്ചാണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. എനിക്കൊരു സോഫല്ല വേണ്ട. ആ കൊണ്ടോട്ടി ഡിമോസ് ഫർണിച്ചറിലെ സോഫ ഫെസ്റ്റ് നടക്കണ്ടേ, അവിടെ പോയപ്പോ കുറഞ്ഞ കായ്ക്ക് സോഫ കിട്ടുള്ളൂ. എനിക്ക് അതിന് കാലോട്ട് വെച്ചാൽ വണ്ടി വിളിച്ചണം. വണ്ടി എന്താ വിളിച്ചു? വണ്ടിയല്ലേ ഞാൻ കൊടുത്തു. കേറാതില് എത്തിയില്ല. വണ്ടി ഒന്നും ചേരുന്നാണ്. ബോംബിലൊന്നും ഈ മാറാപ്പില്ലല്ലോ. പിടിച്ചിരുന്നോളി. 100-120 പോകും.